രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ ഉണ്ടോ? ഇന്നിപ്പം നമ്മുടെ MLA സാറിന്റെ പരിപാടിക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ കോൺഗ്രസിലുള്ളതാണെങ്കിലും എല്ലാരും KC വേണുഗോപാൽ നമ്മുടെ സ്വന്തം ആള് പുള്ളി വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അതല്ലെങ്കിൽ ഇപ്പൊ BJPയുടെ ആണെങ്കിലും ആൾക്കാരെല്ലാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവര് വിളിച്ചു, അഭിനന്ദനം അറിയിച്ചു, ചിലർ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ എല്ലാവരുമായിട്ട് സൗഹൃദമുള്ള ഒരാളാണ്. ഇപ്പൊ ഏത് പാർട്ടി ഇവിടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാലും ഇവര് എല്ലാരും കൂടെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതായത് ഈക്വലായിട്ട് ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. അപ്പൊ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ചേർന്നാൽ മാത്രമേ നമ്മുടെ കേരള രാഷ്ട്രീയം പൂർണ്ണമാകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാവരും ഒരുപോലെ പ്രാധാന്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതേ ഉള്ളൂ. ഞാൻ ഒരു പാർട്ടിയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള എന്ത് പാർട്ടി പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോകും. എനിക്ക് മാക്സിമം പോകാനായിട്ട് ശ്രമിക്കും. കാരണം അവിടെ വരുന്നതെല്ലാം സാധാരണ എന്റെ ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെയാണ്. അപ്പൊ അതിന്റെ അകത്തൊരു പാർട്ടി വേർതിരിവ് അല്ലെങ്കിൽ ചേരിതിരിയുക അങ്ങനെയുള്ളതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും എന്നോട് ഒരു സ്നേഹമുണ്ട്. എനിക്ക് ഈ പറയുന്ന എല്ലാവർക്കും ഈ വേറെ ആരെങ്കിലും വിമർശിച്ചാൽ ഈ പാർട്ടിക്കകത്തുള്ള ആൾക്കാരൊന്നും എന്നെ ഇതുവരെ എന്റെ വീട്ടിൽ എത്രയോ പാർട്ടിയിൽപ്പെട്ടവരെല്ലാം എല്ലാ പാർട്ടിയിലുള്ളവരും വന്നപ്പോ എനിക്ക് അവാർഡ് കിട്ടിയതിനു ശേഷം എല്ലാവരും വന്നു. ഇപ്പൊ മുൻപിരുന്ന MLA മാരാണെങ്കിലും MP മാരാണെങ്കിലും അവരൊക്കെ വന്നു. ഇല്ലെങ്കിൽ വരാൻ പറ്റാത്തവർക്ക് ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ ആണെങ്കിലും എന്താ പറയാ സ്പീക്കർ ആണെങ്കിലും എല്ലാവരും വിളിച്ചിട്ടുണ്ട് എന്നെ. അപ്പൊ പിന്നെ അതല്ലാതെ ഇപ്പം കുമ്മനം രാജശേഖരൻ സാറാണെങ്കിലും സുരേന്ദ്രൻ സാറാണെങ്കിലും അല്ലെങ്കിൽ KC വേണുഗോപാൽ സാറാണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും ഇവരെല്ലാം പോസ്റ്റുകൾ ഇട്ട് വിളിച്ചുമൊക്കെ പറഞ്ഞപ്പോ എന്റെ ബുക്ക് വായിച്ചല്ലോ എന്നുള്ള ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ അഖിലിന് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചിന്തയിലൂടെ ഒന്നും കടന്നു പോയിട്ടൊന്നുമില്ല അല്ലെ. സാധാരണ പോകുന്നു, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുന്നു അല്ലെ. അത്തരം എഴുത്തിന് വേണ്ടിയുള്ള ഒരു നിരീക്ഷണമാണ് അല്ലെ. ഞാൻ അതില് സത്യം പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല ഇതുവരെ. അതിന്റെ ചരിത്രങ്ങളെ പറ്റി ഒരുപാട് പിന്നെ നമുക്ക് ആലപ്പുഴയ്ക്ക് ഒരു ചരിത്രമുണ്ട്. VS സഖാവിന്റെ ആണെങ്കിലും കുട്ടിക്കാലത്ത് അച്ഛന്റെ ഒപ്പം രക്തഹാരം അണിയിക്കാനൊക്കെ ഞാനും പോകുമായിരുന്നു സ്റ്റേജില്. ചില അച്ഛനാണെങ്കിലും നമ്മളെ കുട്ടികളെയാണ് ഇതിനൊക്കെ നിർത്തുന്നത്. അപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അച്യുതാനന്ദൻ സാറ് വന്നപ്പോ എനിക്കൊരു കൈ തന്നു. അപ്പൊ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൈയാണ്. ആ ഒരു ഫീൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ സുഖമില്ല എന്ന് അറിഞ്ഞപ്പോ പോലും എനിക്ക് ആ ഒരു വേദനയുണ്ട്. മീൻസ് നമ്മൾ കുട്ടിക്കാലത്ത് ഒരു സ്നേഹബന്ധമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരാളുടെയും പാർട്ടിയല്ല, മനുഷ്യരാണ്. ഇപ്പൊ എന്റെ നാട്ടിൽ ഒരാളിപ്പോ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നാലും ഞാൻ വോട്ട് ചെയ്യുന്ന അവരുടെ പ്രവർത്തനം, അതായത് അവരെങ്ങനെയാണ് നാട്ടുകാരോടുള്ളത്. അല്ലാതെ പെട്ടെന്ന് ഒരു ഇത് കയറിയിട്ട് അങ്ങനെ പാർട്ടി അങ്ങനെ ഒന്നും ഞാൻ നോക്കത്തില്ല. നല്ല അച്ഛനൊരു ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായിരുന്നു. അച്ഛൻ ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, പിന്നെ പല കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അമ്മയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഇപ്പോഴും ആ ഒരു രീതിയിൽ പിന്തുടരുന്ന അമ്മയുടെ ദോഷമാണ്. അതാ പറയാം, ഒരു വീട്ടിൽ തന്നെ പല രീതിയിലുള്ള പല രാഷ്ട്രീയ ജനാധിപത്യപരമാണ്. അതെ. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അതിനെപ്പറ്റിയുള്ള ടോക്കുകളോ ഇപ്പൊ എന്റെ കൂട്ടുകാരെടുത്താൽ തന്നെ ഭയങ്കരമായിട്ട് പല പാർട്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളെല്ലാരും കൂടുമ്പോ അതൊന്നും അല്ല സംസാരം. നമ്മുടെ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ സംസാരിക്കുമ്പോ രാഷ്ട്രീയമൊക്കെ സംസാരം, അങ്ങനെ രാഷ്ട്രീയ ചർച്ചകളൊന്നും നടക്കാറില്ല അല്ലേ. രാഷ്ട്രീയ ചർച്ച നമ്മൾ നടന്നിട്ട് കാര്യമില്ല. എന്താന്ന് പറഞ്ഞിട്ട് അവിടെ ഓരോ ആൾക്കാര് അതിന്റേതായ രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്.